Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു റിലേഷൻഷിപ്പിൽ പണ്ടത്തെ പോലെ സ്പാർക്ക് ഫീൽ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പണ്ടൊക്കെ റിലേഷൻഷിപ്പ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, അല്ലെങ്കിൽ വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു, ഇപ്പോൾ എന്തോ അത്ര ക്യൂരിയോസിറ്റി ഒന്നും തോന്നുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് പണ്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു സ്പാർക്ക് എവിടെയോ വെച്ച് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മിസ്സായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ അങ്ങനെയുള്ള ഒരു സ്പാർക്ക് തിരിച്ച് കൊണ്ടുവരാനും നമുക്ക് സാധിക്കും. സോ ആ ഒരു സ്പാർക്ക് തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ, ഒരു സൊല്യൂഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാൻ മറക്കരുത്. നോക്കാം. ഒന്നാമതായിട്ട്, നമ്മുടെ റിലേഷൻഷിപ്പിൽ നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ സ്പാർക്ക് പോയി എന്ന് തോന്നാൻ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കും. അതായത് ആ ഒരു കാര്യം എനിക്കിപ്പോൾ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്, അതെനിക്ക് തീരെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു, അങ്ങനെ പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതാണ് നമ്മൾ ആദ്യം ഫൈൻഡ് ചെയ്യേണ്ടത്. അത് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് റീബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യമായി പ്രാക്ടിക്കലായി ചെയ്യേണ്ട കാര്യം. എന്തുമായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയ സമയത്ത് അല്ലെങ്കിൽ ഒരുപാട് നാൾ നിങ്ങൾ വളരെയധികം സംസാരിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരിക്കും. ഒരുപക്ഷെ ആ സംസാരമായിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ മിസ്സിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അതല്ലെങ്കിൽ പണ്ടൊക്കെ വളരെയധികം ഔട്ടിങ്ങിന് പോയിക്കൊണ്ടിരുന്ന വ്യക്തികളായിരിക്കും, പക്ഷെ ഇപ്പോൾ അത് അത്ര പോകുന്നില്ല. വല്ലപ്പോഴൊക്കെ ഒരു ചെറിയ ട്രാവൽ നടത്തി അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിലേക്ക് അത് ചുരുങ്ങിയിട്ടുണ്ടെങ്കിൽ മേ ബി അതായിരിക്കാം. അതല്ലെങ്കിൽ സർപ്രൈസുകൾ ഒരുപാട് കൊടുത്തിട്ടുണ്ടായിരിക്കാം, ഇപ്പോൾ അങ്ങനെയുള്ള യാതൊരുവിധ കാര്യങ്ങളിലേക്കും ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ പലതും ആയിരിക്കാം. സോ ആ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് മിസ്സിങ് ആയിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ എനിക്കത് മിസ്സാകുന്നു എന്ന് തോന്നുന്ന എന്താണോ അത് നിങ്ങൾ ഫൈൻഡ് ചെയ്യുക. അത് വീണ്ടും തുടങ്ങാനുള്ള ഒരവസരം കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. രണ്ടാമതായി, ഒരുപക്ഷെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ്, നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടല്ലോ, ആ വ്യക്തി നമ്മുടെ ലൈഫിൽ എപ്പോഴും ഉണ്ടല്ലോ, നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ഫുൾ ടൈം ആ വ്യക്തിയോടുമായിട്ടല്ലേ ടൈം സ്പെൻഡ് ചെയ്യുന്നത് എന്നൊക്കെ കരുതി പല കാര്യങ്ങളും നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ പറയാൻ മടിക്കും, അല്ലെങ്കിൽ പറയാൻ മറന്നു പോകും. പിന്നീട് അതൊരു ശീലമായി മാറും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്തു കഴിഞ്ഞാൽ താങ്ക് യു പറയാൻ മറക്കും, അല്ലെങ്കിൽ അത് കുറെ പറയണോ വേണ്ടയോ അങ്ങനെയൊക്കെയുള്ള ഒരു മടിയൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരു സോറി പറയാൻ, താങ്ക് യു പറയാൻ, അല്ലെങ്കിൽ ഒരു ഗുഡ് മോർണിംഗ് വിഷ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു ഗുഡ് നൈറ്റ് വിഷ് ചെയ്തിട്ടൊക്കെ ഒരുപാട് നാളായിട്ടുണ്ടായിരിക്കും. നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടല്ലോ, ഇപ്പോൾ ഒരു ഗുഡ് നൈറ്റും ഗുഡ് മോർണിംഗ് ഒക്കെ എന്തിനാ പറയുന്നത്, അതൊക്കെ അകലെയുള്ള ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ നമ്മുടെ മറ്റടുത്ത സുഹൃത്തുക്കളോടോ ഒക്കെ പറഞ്ഞാൽ പോരെ എന്നൊരു തോന്നലായിരിക്കും. അതല്ലെങ്കിൽ അങ്ങനെ മറന്നു പോയതായിരിക്കാം, അങ്ങനെ ഒരു ശീലം ഇല്ലാതായി മാറിയതായിരിക്കാം. എനിവേസ്, അങ്ങനെയുള്ള ഒരു പാറ്റേൺ ആണ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലുള്ളതെങ്കിൽ അതിന് ചെറിയൊരു മാറ്റം വരുത്തുക. ഒരു ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റും ഒക്കെ പറയാൻ തുടങ്ങുക. ഇതാണ് രണ്ടാമതായി ചെയ്യേണ്ട കാര്യം. ഒരു പക്ഷെ ഇത് പറഞ്ഞു തുടങ്ങുന്ന സമയത്ത്, അതല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ അത് കുറെ കാലമായിട്ട് പറയാത്തൊരു വ്യക്തിയാണെങ്കിൽ, ഇന്ന് ഈ വീഡിയോ കേട്ടതിന് ശേഷം നിങ്ങളുടെ പാർട്ട്ണറോട് ഒരു ഗുഡ് നൈറ്റോ ഒരു ഗുഡ് മോർണിംഗോ പറഞ്ഞു നോക്കൂ. അവർ തന്നെ ചിലപ്പോൾ സർപ്രൈസ് ആവും. ഒരു ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് എത്ര കാലമായി എന്നുള്ളത് അവർ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവരത് തിരിച്ച് ചോദിക്കും എന്നുള്ളതാണ്. സോ തീർച്ചയായും ഇങ്ങനെയുള്ള ഗ്രീറ്റിംഗ്സുകൾ പറയാൻ മറക്കാതിരിക്കുക, അതും വീണ്ടും തുടങ്ങുക. മൂന്നാമതായി, ഒരു ഡേറ്റിന് പോവുക എന്നുള്ളതാണ്. ഒരു പക്ഷേ ഇപ്പോൾ മാരീഡായി അല്ലെങ്കിൽ കമ്മിറ്റഡ് ആയിട്ട് ഇത്ര വർഷമായി, ഇനിയിപ്പോൾ ഒരു ഡേറ്റ് ഒക്കെ വേണോ, അല്ലെങ്കിൽ ഒരു ഔട്ടിങ്ങിനൊക്കെ പോകണോ, അതൊക്കെ ചമ്മലുള്ള കാര്യമല്ലേ, അല്ലെങ്കിൽ അതിനൊക്കെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളും ചിന്തിക്കുന്ന ആളുകളും ഉണ്ടായിരിക്കും. പക്ഷെ തീർച്ചയായും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നുന്ന ആ ഒരു പഴയ സ്പാർക്ക് നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കുക. സോ തീർച്ചയായും നിങ്ങളുടെ കോൺസെപ്റ്റിലുള്ള അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണറുടെ കൂടി ആ ഒരു ഇഷ്ടം നോക്കിക്കൊണ്ട് എന്തെങ്കിലും ഒരു പുതിയ ആക്ടിവിറ്റി അല്ലെങ്കിൽ പുതിയൊരു കാര്യം പ്ലാൻ ചെയ്ത് ചെയ്യുക. അതൊരു ഡേറ്റിംഗ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കാം, എന്തോ ആയിരിക്കാം. നിങ്ങളുടെയും പാർട്ട്ണറുടെയും ഇഷ്ടം ഒരുപോലെ നോക്കിക്കൊണ്ട് അങ്ങനെ ഒരു കാര്യം തീർച്ചയായും പ്രാക്ടിക്കലായി ലൈഫിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, അതാണ് നമ്മുടെ സെൽഫ് ലവിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്തു തുടങ്ങുക എന്നുള്ളത്. ഒരു പക്ഷേ കമ്മിറ്റഡ് ആയി അല്ലെങ്കിൽ മാരീഡായി ഒരുപാട് വർഷമായി, ചിലപ്പോൾ നിങ്ങളൊരു പാരൻ്റായി മാറിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ കുട്ടികളെ നോക്കുന്നത് അല്ലെങ്കിൽ ലൈഫിൻ്റെ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനിടയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടൈം കണ്ടെത്താൻ കഴിയാതെ വരുന്നുണ്ടെങ്കിൽ അതിനൊരു മാറ്റം വരുത്തണം. നിങ്ങളുടെ സെൽഫ് കെയറിന് വേണ്ടിയിട്ട് ചെറിയ ഒരു ടൈം, അത് നിങ്ങളുടെ ആ ഒരു ടൈമിനനുസരിച്ച് തീർച്ചയായും കണ്ടെത്തണം എന്നുള്ളതാണ്.
അതിലെന്തുമായിരിക്കാം. നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസിനെ കുറച്ചുകൂടി പ്രയോറിറ്റി നൽകുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്കില്ല് നേടിയെടുക്കുന്നതിന് വേണ്ടി നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന എന്തുമായിരിക്കാം എന്നുള്ളതാണ്. നിങ്ങൾക്ക് പ്രയോജനകരമാകുമെന്ന് ഉറപ്പുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സ്വയം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക. അത് നിങ്ങളുടേത് മാത്രമാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. തീർച്ചയായും സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു കാര്യം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെയാണ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റുക. സോ നിങ്ങളുടെ സെൽഫ് കെയറിന് വേണ്ടിയിട്ട് കുറച്ചാണെങ്കിൽ പോലും ആ ഒരു ടൈം കണ്ടെത്താൻ തീർച്ചയായും ശ്രമിക്കുക എന്നുള്ളതാണ് അടുത്തതായി ചെയ്യേണ്ട കാര്യം. ഇനി ഫൈനൽ വൺ, ഒരു പക്ഷേ നമ്മുടെ കൂടെ എപ്പോഴും ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ആ വ്യക്തിയുടെ പ്രസൻസിനെ കുറിച്ചുള്ള ഒരു വാല്യൂ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പ്രസൻസിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടോ, നമുക്ക് എത്രത്തോളം ഹാപ്പിനെസ് ആണ് നൽകുന്നത്, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ഹാപ്പിയാണ് ആ ഒരു പെർട്ടിക്കുലർ വ്യക്തിയുടെ കൂടെ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് ആ വ്യക്തിയുടെ ആബ്സെന്റിലായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു പ്രസൻസിന്റെ വാല്യൂ, അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം ഹാപ്പി ആയിട്ടാണ്, അല്ലെങ്കിൽ എത്രത്തോളം ബ്ലെസ്ഡ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ സ്പാർക്ക് നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, തീർച്ചയായും 1-2 ദിവസം, മാക്സിമം ഒരു 2 days ഒക്കെ ഒരു ബ്രേക്ക് എടുക്കാൻ ശ്രമിക്കുക. അതൊരു ഹെൽത്തി ബ്രേക്ക് തന്നെയായിരിക്കും. തീർച്ചയായും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നുന്ന ആ ഒരു സ്പാർക്ക്, നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പ്രാക്ടിക്കലായി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്പാർക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. തീർച്ചയായും ഈ പറഞ്ഞ കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്